വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 25 തീയതി ഫെബ്രുവരി നമ്മൾ ബിറ്റ്കോയിൻ്റെയും സോളിൻ്റെയും പ്രൈസിലുള്ള മൂവ്മെൻറ്റുകളെ പറ്റി അനലൈസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓവറോൾ മാർക്കറ്റ് വളരെ ബാഡാണ്. മാർക്കറ്റ് ഇൻഡസ്ട്രീസുകളെല്ലാം ജപ്പാനും ചൈന മാർക്കറ്റുകളും 0.6 1.2% താഴെ ഇറങ്ങിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്ത്യൻ മാർക്കറ്റുകൾ നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് താഴേക്കുള്ള ഒരു പോക്കാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നടക്കുന്നത്. ഇന്ന് നമുക്ക് ബിറ്റ്കോയിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി നോക്കാം. ബിറ്റ്കോയിന് ഞാനിപ്പോഴേ ചാർട്ട് എടുത്തിരിക്കുന്നത് CMEയുടെ ഫ്യൂച്ചർ ഇൻഡെക്സ് ആണ്, ഫ്യൂച്ചർ ചാർട്ടാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടില്ല. ഇവിടെ ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. BTCയുടെ കുറെ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു കൺസോളിഡേഷൻ ഫേസിലാണ്. ഡെയിലി ചാർട്ടാണിത്. ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈനിലുണ്ട്. ആ ട്രെൻഡ് ലൈനിനെ ഹിറ്റ് ചെയ്തിട്ട് ഇവിടെ ഇപ്പോൾ തൽക്കാലം ഇപ്പം ഒരു 10 മിനിറ്റിൽ ഒരു 10 മിനിറ്റ് അല്ല, കുറച്ച് ഒരു മണിക്കൂറായി ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്തിട്ട് ഇവിടെ ട്രെൻഡ് ലൈൻ കിടക്കുകയാണ്. ഈ ട്രെൻഡ് ലൈൻ ഹിറ്റ് ചെയ്ത് മുകളിലേക്ക് പോയിരിക്കുകയാണ്. ഇതാണ് ആ ട്രെൻഡ് ലൈനെ ഫോളോ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വെരി ഗുഡ്. അവിടെ ഹിറ്റ് ചെയ്ത് താഴേക്കാണ് പോയിരുന്നെങ്കിൽ മാർക്കറ്റ് ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ടുള്ള സപ്പോർട്ടുകൾ എന്ന് പറയുന്നത് 83,300 ചിലപ്പോൾ ഒന്ന് ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ ബ്രേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിരിക്കും. മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് അനുസരിച്ചിട്ട്, ഇന്നത്തെ ഒരു മൂവ്മെന്റ് അനുസരിച്ചിട്ട് മുകളിലേക്ക് പോവുക വളരെ ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുന്നത്. സോ നാളെ ഒരു ഡേറ്റ വരാനായിട്ടിരിക്കുന്നുണ്ട്. അതോടെ ആകുമ്പോഴത്തേക്ക് ഡോളർ ഇൻഡെക്സ് എങ്ങോട്ടാണ് മൂവ് ആകുന്നത് എന്നുള്ളത് അറിയില്ല. 107 പോവുകയാണെങ്കിൽ മാർക്കറ്റ് വളരെ ഇടിവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ അതൊരു ഫാക്ടറാണ്. മാക്രോയിലേക്ക് പോവുകയാണെങ്കിൽ അവിടേക്കൊന്നും നമുക്ക് കടക്കണ്ട. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലുകളാണ്. 1 അവറിൽ ഞാൻ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത അതേപോലെ തന്നെയാണ്. ഡെയിലി 90,300 ഓൾറെഡി POC ഉണ്ടായിരുന്നതാണ്. ഓർഡർ ബ്ലോക്സിൽ ഉണ്ടായിരുന്നതാണ്. അത് ഫെയിലായി. 88,250 1 അവറിലെ ഓർഡർ ബ്ലോക്കുകളുണ്ട് POCയിൽ. അവിടെ നിന്ന് ടേൺ ആവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ഈ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 83,000 പോകാൻ വളരെ സാധ്യതയുണ്ട്. 83,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡബിൾ ബോട്ടത്തിന്റെ നമ്മൾ ലെങ്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ലെങ്തിൽ 83,300 ഒരെണ്ണം ഹിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് മൂവ് ആണെങ്കിൽ. അതല്ല US മാർക്കറ്റിൽ നിന്ന് നൈറ്റിൽ മാറുന്നതനുസരിച്ചിട്ടുള്ള വ്യതിയാനങ്ങൾ, ഗ്ലോബൽ ഇൻഡെക്സിന്റെ വ്യത്യാസങ്ങൾ അനുസരിച്ചിട്ട് ചിലപ്പോൾ ബിറ്റ്കോയിൻ വീണ്ടും മുകളിലേക്ക് പോവോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് കണ്ടറിയണം. സോ താഴേക്ക് പോകുന്ന ഒരു സിനാരിയോയിലുള്ള സ്റ്റെപ്പുകളാണ് ഞാനിപ്പോൾ പറയുന്നത്. പിന്നുള്ളത് ഒരു CMEയുടെ ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 8395 ആണ്. 78,090. ഈ ഗ്യാപ്പിനെ സംബന്ധിച്ചിട്ട് നമ്മൾ 78,000 എന്ന് വിചാരിച്ചോളൂ. 80,000 ഈ 78 ഹിറ്റ് ആകുകയാണെങ്കിൽ, അത് നമ്മൾ മുമ്പേ കണ്ട ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് പോയി 83 റേഞ്ച് കഴിഞ്ഞിട്ട് ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇൻ കേസ് അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പം ഒരു ലോങ് എടുക്കുന്ന സിനാരിയോ എന്ന് പറയുന്നത് ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് ഞാൻ പറയുന്നത്. ഇവിടെ ട്രെൻഡ് ലൈൻ താഴേക്ക് പോവുകയാണ്. ബ്രേക്ക് ചെയ്യുന്ന ആണെങ്കിൽ ഈ ഫില്ല് ആകാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഒരു വിക്സ് അടിച്ചിട്ട് പോകാനായിട്ടുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഡെയിലി RSI 36 ആയിട്ടുള്ളൂ. സോ അതൊരു ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമലി 30-25 റേഞ്ചിലേക്കൊക്കെ പോകാറുണ്ട്. സോ 1 അവറിലെ ചാർട്ട് നോക്കുകയാണെങ്കിൽ 20 RSI. ഹിറ്റായി മുകളിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു റിഫ്ലക്ഷൻ ആണ്. ദാറ്റ്സ് വെരി ഗുഡ്. ബട്ട് ഇത് റിക്കവർ ആവുന്നില്ല. അതാണ് ഏറ്റവും വലിയ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഒരു പ്രശ്നം. ഈ രണ്ട് റേഞ്ചുകളാണ് 83,300 83,000 എന്ന് വിചാരിച്ചോളൂ. പിന്നുള്ള ഗ്യാപ്പ് ഫില്ലിന്റെ
80,079 സംതിങ് ഉള്ള ആ റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ സോൾ ട്രേഡിലേക്ക് നമ്മൾ സോളിലേക്ക് പോവുകയാണെങ്കിൽ, സോൾ ചാർട്ടിലേക്ക് പോവുകയാണ്, ഇതാണ് BTC സംബന്ധിച്ചിട്ട്. സോൾ ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ എനിക്കവിടെ ഒരു പോസിറ്റീവ് സൈഡായിട്ടാണ് കാണുന്നത് മാർക്കറ്റ്. ബൈനാൻസിന്റെ ചാർട്ടാണ്. ഇപ്പൊ കുറച്ച് സമയം ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഇവിടെ ഒരു ചാനലാണ്, ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ കിടപ്പുണ്ട്. നമ്മൾ 1 hourലെ ചാർട്ടിൽ നോക്കുവാണെങ്കിൽ 180 ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു പാരലൽ നമ്മൾ വരച്ചിട്ട് ചാനൽ വരച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനലിൽ നമ്മളുടെ 2 പോയിന്റുകൾ പ്രധാനപ്പെട്ടത് ഞാൻ പറയാം. ഓവറോൾ ഡൗൺ ആണ് കാണുന്നത്. വളരെ റിസ്കി ആയിട്ടുള്ള ട്രേഡാണ് സോളിൽ. നിങ്ങൾക്ക് എടുക്കുന്ന നോക്കി മാത്രമേ എടുക്കാവൂ. സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഹൈ റിസ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ട്രേഡ് ചെയ്യുന്നവരെ ഒരു ലിവറേജ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല. പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ ഞാൻ പറയാം. ഈ ചാനൽ ബ്രേക്ക് ആവുകയാണെങ്കിൽ 126 ആണ് നമ്മളുടെ ഒരു ചാനൽ ബ്രേക്ക് ആവുന്നത്. ഇവിടെ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പോകുമെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പൊ ഈ കാണുന്ന 137 ഇവിടെ വന്നിട്ട് ഈ ട്രെൻഡ് ലൈനിൽ ഹിറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈൻ ആണ് കഴിഞ്ഞ കുറച്ച് സമയങ്ങൾ കൊണ്ടുള്ള. ഈ ട്രെൻഡ് ലൈൻ വന്നിട്ട് ഹിറ്റായിട്ട് 136 റേഞ്ചിൽ ഹിറ്റായിട്ട് പോകുന്നുണ്ട്. അതൊരു പോസിറ്റീവ് സൈൻ ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. 138 പിവറ്റ് പോയിന്റ്സിലേക്ക് വന്ന് ഇടിക്കുന്നുണ്ട്. 130.65, 138.18, 138.17. സോ ബേസിക്കലി ദിസ് വെരി ഗുഡ്. ഈ ട്രെൻഡ് ലൈനിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ചാർട്ടിലുള്ള ട്രെൻഡ് ലൈന് ഇവിടുന്ന് വരച്ചിട്ടിരിക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ ആണ്. ഈ ട്രെൻഡ് ലൈനിൽ വന്ന് ഹിറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ് ചാർട്ടിൽ ഒരു പോസിറ്റീവ് റിഫ്ലക്ഷൻ ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നിന്നുണ്ട് ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് ഹിറ്റ് ചെയ്തിട്ട് 138 ഒരു പിവറ്റ് പോയിന്റ്സിൽ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് 5 മിനിറ്റ് ചാർട്ടിൽ ഈ ട്രെൻഡ് ലൈനിൽ 135 സംവെയർ 20 RSI 27 ആണ് ആയിരുന്നു. 1 hourൽ വെച്ച് നോക്കിയാലും RSI ഓവർസോൾഡ് ആണ്. സോ ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ ആണ് ആക്ച്വലി. ഇവിടെ ആണെങ്കിലും RSI 27ലേക്ക് വന്നു. സോ ഇവിടുന്ന് ഒരു ഹിറ്റ് മുകളിലേക്ക് വന്നിട്ടുണ്ട്. ബട്ട് വീണ്ടും ഇവിടെ വന്ന് ഇരിക്കാൻ സാധ്യതയുണ്ട്. ബിക്കോസ് BTC താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്നേരം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇവിടെ ഒരു മൂവ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. 142 വീണ്ടും റെസിസ്റ്റൻസ് ഇവിടെ കാണുന്നുണ്ട്. ബട്ട് ഓവറോൾ സോള് എനിക്ക് തോന്നുന്നു മുകളിലേക്ക് പോകും. BTC ചിലപ്പം ഗവനിക്കും. ഇപ്പൊ ഇത് ഇവിടേക്കുള്ള റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നത് BTCയെ ഫോളോ ചെയ്തിട്ടില്ല. സോ ചിലപ്പോൾ ഇത് നിങ്ങൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, നോക്കി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ നിന്നൊരു പ്രോഫിറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. നിങ്ങൾ നോക്കി ചെയ്യുക. ഇത് മാർക്കറ്റ് ജസ്റ്റ് അനലൈസ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് അനലൈസ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കറക്റ്റ് ആകാം, ചിലപ്പോൾ ശരിയാകണമെന്നില്ല. സോ നിങ്ങൾ ആലോചിച്ച് മാത്രം ഡു യുവർ ഓൺ റിസർച്ച്. ഇതാണ് ഇതിനെ സംബന്ധിച്ചിട്ട് എനിക്ക് പറയാനുള്ള സോൾ ട്രേഡ്. പിന്നുള്ളത് നിഫ്റ്റി ആണ്. നിഫ്റ്റി ഇന്ന് കാണുന്നത് ഓവറോൾ ഇൻഡെക്സ് ഞാൻ പറഞ്ഞല്ലോ, അവിടെ നിന്ന് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് 22,700 ആണ്. 22,700 നമ്മൾ ബ്രേക്ക് ചെയ്തു. ഇനിയിപ്പോൾ മോസ്റ്റ്ലി അത് 22,530 എന്ന് പറയുന്നത് നല്ല ലെവലാണ് ആക്ച്വലി. റിവേഴ്സൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ലെവലാണ്. പക്ഷെ മാർക്കറ്റ് ഓവറോൾ നല്ലൊരു സൈൻ അല്ല കാണിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഇത് താഴേക്ക് പോകാനോ അവിടെ അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കാനോ സാധ്യതയുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഞ്ചുകൾ ഞാൻ പറയാം. ഈ 22,500 റേഞ്ച് വളരെ നല്ലൊരു റേഞ്ചാണ് ആക്ച്വലി.
സോ ഇനി പ്രത്യേകിച്ച് നോക്കുന്നത് 21,700 അടുത്ത സപ്പോർട്ട് ഉള്ളത്. അവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ താഴേക്ക് പോകാൻ വളരെ സാധ്യതയുണ്ട്. 21,700 എന്ന് പറയുന്ന റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ബട്ട് ഇവിടെ ഈ പാരലൽ ചാനലിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് മുകളിലേക്ക് ഹിറ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്. ഇവിടെ വെച്ച് ഹിറ്റ് ചെയ്ത് മുകളിലേക്ക് പോകും എന്നുള്ളതാണ് പ്രതീക്ഷ. ലെറ്റ്സ് സീ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണും വരെ ബൈ.